എനിക്കറിയാം ദേശീയപാത നിർമ്മാണത്തിൽ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ്. ഞാനിപ്പോൾ എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളായി ഉന്നയിച്ചത്. കൂരിയാട് സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നെന്താ ചെയ്തത്? അന്ന് ആ കമ്പനിയോട് അവർക്ക് വേണ്ടാന്ന് വെച്ചു. ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഇത്തരം കമ്പനികളെ ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയെടുത്ത് വിളിച്ചുകൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും 7 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ. എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു? ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ 3 മണിക്ക് അവരിപ്പോ ഒന്നും അറിയില്ല, അവരിൽ നടക്കുകയാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആരാണ്? 42 മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് വിവരം ഉണ്ടാവുമല്ലോ. എത്ര പേര് മരിച്ചു, ആരെക്കാളും മുമ്പിൽ അവരല്ലേ അറിയുന്നത്. ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുത്തത്? ഇപ്പൊ ജനങ്ങളെ ജീവനിട്ട് പന്താടിയിട്ട് നടക്കുന്നവരാരായാലും അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞാൻ അതിനാണ്. കാരണം ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണിച്ചിട്ടില്ല. അവർക്ക് പണം ഉണ്ടാക്കുക മാത്രം ലക്ഷ്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇവർ കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ്. സർവീസ് റോഡ് പക്ക സർവീസ് റോഡ് ഇല്ലാത്ത അപകടം ഉണ്ടായെടുത്തൊക്കെ തന്നെ പരിശോധിച്ച് സംസ്ഥാന ഗവൺമെന്റ് അത് അടിയന്തരമായിട്ട് മുൻകൈ എടുക്കണം. ആ കുടുംബങ്ങളും പാവപ്പെട്ട കുടുംബങ്ങളും ജീവനാ പൊലിഞ്ഞു പോയിരിക്കുന്നത്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി അവരെടുക്കണം. തീർച്ചയായിട്ടും ഇത് യാത്രക്കാരന്റെ കുഴപ്പം കൊണ്ടല്ല അവർ മരിച്ചത്, ഇവരുടെ അനാസ്ഥ കൊണ്ടാണ്. പക്ക സർവീസ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒന്നും സംഭവിക്കില്ല. ഇപ്പോഴും ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് അവർ ലൈറ്റായിട്ടല്ല പറയുന്നത്. 2.5 കൊല്ലമായിട്ടും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണി ചെയ്യുന്നുണ്ടെന്നാണ് അയാളെ എന്നോട് പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇതെന്തുത്തര? ഒന്നാമത് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇത്രയും ഹെവി വർക്ക് നടത്തുമ്പോൾ അവരാരെങ്കിലും ഉണ്ടാവണ്ടേ സൂപ്പർവൈസ് ചെയ്യാൻ? കരാറുകാരന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കരാറുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്തിന് തീർത്തിട്ട് അവരുടെ ലാഭം കൃത്യമായി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. PSC പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പാർലമെന്റിനകത്ത്. ആ പാർലമെന്റിൽ ആക്ഷൻ ടേക്കൺ ഇപ്പം 3 മാസം അതിന്റെ കാലാവധി ഉണ്ട്. ആക്ഷൻ ടേക്കൺ ഞങ്ങൾ വിളിക്കും, വേണ്ടുവരെ എന്ത് നടപടി എടുത്തു ചോദിക്കും. സമാധാനം പറയേണ്ടി വരും പാർലമെന്റ് മുമ്പാകെ.